എല്ലാവർക്കും സലു സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു മഞ്ചൂരിയനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മാവും 1/2 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട്, അതായത് നമ്മുടെ പാകത്തിനുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കോളിഫ്ലവർ ആണ് ഇരുന്നത്, അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ മഞ്ചൂരിയൻ തയ്യാറാക്കുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ലൂസായി പോരുത്. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്ത ശേഷം ഞാൻ ഇവിടെ ഒരു കോളിഫ്ലവർ ആണ്, ചെറിയൊരു കോളിഫ്ലവർ ആയിരുന്നു, അത് ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ കോളിഫ്ലവർ നമ്മൾ എടുക്കുന്നതിന് മുൻപ് തിളച്ച വെള്ളത്തില് നന്നായിട്ട് കഴുകിയ ശേഷം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ഇളക്കി എടുത്തിരുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റി വെക്കും. എന്നിട്ട് ഞാൻ ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിപ്പോൾ 2 ബാച്ചായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വെറുതെ ഓയിൽ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ചെറിയൊരു ഇരുമ്പ് ചട്ടിയും വളരെ കുറച്ച് ഓയിലും എടുത്തത്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ ഈ പാത്രങ്ങളുടെ അളവും എണ്ണയുടെ അളവും ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഫ്രൈ ആവുന്ന ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഞാനിപ്പോ ഇതെല്ലാം എടുത്ത ശേഷം രണ്ടാമത് ഉള്ള ബാച്ച് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള എല്ലാം ഓരോന്ന് വിധമാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. സവോള അതിന്റെ ഇതളുകളായി വിടർത്തിയിട്ടുണ്ട്. 2 വറ്റൽമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാണ്. എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് മഞ്ചൂരിയനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 8-10 വെളുത്തുള്ളി അല്ലി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചില്ലി പൗഡർ ഉണ്ടല്ലോ, 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏത് സാധനം ആയാലും നമ്മൾ നല്ല രീതിയിൽ, അതായത് നമുക്ക് അത് ശരിയാകും എന്ന് വിചാരിച്ച് ധൈര്യത്തിൽ ഉണ്ടാക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് റെഡ് ചില്ലി സോസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂണോളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. പിന്നെ ടൊമാറ്റോ പ്യൂരി ഞാനിവിടെ വാങ്ങിയതാണ്, അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമ്മളുടെ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ നമ്മൾ വഴറ്റിയ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേകേണ്ട വെജിറ്റബിൾസ് ഒന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു തട്ടിക്കൂട്ട് മഞ്ചൂരിയൻ ആണ് ഞാനിപ്പോ ഉണ്ടാക്കണത്. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്ത ശേഷം നമുക്കിനിയിപ്പോ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോ വല്ലാതെ അങ്ങ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഏകദേശം ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി നല്ല ഒരു കുഴമ്പ് പരുവത്തില് വരുന്ന ആ ഒരു സമയം. അപ്പൊ ഞാൻ ഇതിനിടെ മൂടി വെക്കാണ്. ഈ ഒരു സമയത്താണ് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ കോളിഫ്ലവർ മഞ്ചൂരിയനും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരണേ.